Good morning to all. Welcome to our accountancy class. In the previous class, we discussed about preparation of receipt and payment account. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അനദർ final account of not for profit organization, that is income and expenditure account. What is income and expenditure account? എന്താണ് income and expenditure account? It is just like a profit and loss account. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കും? ഡെബിറ്റ് സൈഡ് ഷോസ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഷോസ് ഓൾ ഇൻകംസ്. അതുപോലെ തന്നെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകംസും ആണ് കാണിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എല്ലാ എക്സ്പെൻസുകളും അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഇൻകംസും ആണ് കാണിക്കാറുള്ളത്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമിനൽ അക്കൗണ്ടാണ്. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കൺസിഡർ ഓൺലി റവന്യൂ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത് റവന്യൂ റെസിപ്റ്റുകളും അതുപോലെ റവന്യൂ പേയ്മെൻറ്റ്സും ആണ്. എന്താണ് റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ റവന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ 1 ഇയറിൽ ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന എക്സ്പെൻസുകളും ഇൻകംസിനെയും പറയുന്ന പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഇൻകംസ്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് അക്രൂവൽ ബേസിസ് ഈസ് ഫോളോഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതുപോലെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ഓൺലി ദോസ് ഇൻകംസ് വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട് ആൻഡ് എക്സ്പെൻസസ് വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട് റിലേറ്റഡ് വിത്ത് ദ കറൻറ്റ് ഇയർ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ വർഷത്തെ ഇൻകം അത് കിട്ടാനുള്ളതാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കും. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതുപോലെ അക്രൂഡ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ +1 അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ അതൊക്കെ ഏതിൽ കാണിക്കും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. അതായത് ഈ വർഷം കിട്ടാനുള്ള ഇൻകം ആണെങ്കിൽ അത് ഈ വർഷത്തെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. ഇനി ഈ വർഷം നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസുകളാണെങ്കിൽ അത് കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ ആ എക്സ്പെൻസും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ബാലൻസ് ഓഫ് ദിസ് അക്കൗണ്ട് മേ ബി സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടുന്ന ബാലൻസിനെ വിളിക്കുന്ന പേരാണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇനി എന്താണ് സർപ്ലസ്? സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സർപ്ലസ്. അതായത് ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ കിട്ടുന്ന ഡിഫറൻസ് സർപ്ലസ്. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡെഫിസിറ്റ്. അതായത് എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ കിട്ടുന്ന ഡിഫറൻസ് ആണ് ഡെഫിസിറ്റ്. ദെൻ ഡെഫിസിറ്റ് വരിക ക്രെഡിറ്റ് സൈഡിലാണ്. അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ കിട്ടുന്ന ഡിഫറൻസ് ആണ് ഡെഫിസിറ്റ്. ഇത് കിട്ടുന്ന സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ്. ഇത്രയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ മീനിങ്. നെക്സ്റ്റ് ടോപ്പിക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസുകളാണ്.
ദെൻ ഡിഫറൻസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ 3 കോളം പ്രൊവൈഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഫസ്റ്റ് കോളം ബേസിസ് ഓഫ് ഡിഫറൻസ്, സെക്കൻഡ് കോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് വൺ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ദെൻ ഫസ്റ്റ് കോളത്തിൽ എഴുതുക നേച്ചർ. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുക അതുപോലെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ദി ക്യാഷ് ബുക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, ഒരു ക്യാഷ് ബുക്കിൻ്റെ ചുരുക്ക രൂപമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. സെക്കൻഡ് ഡിഫറൻസ് നേച്ചർ ഓഫ് ഐറ്റംസ്. നേച്ചർ ഓഫ് ഐറ്റം നമ്മൾ അതിൽ കാണിക്കുന്ന ഐറ്റംസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് റെക്കോർഡ്സ് ഇൻകംസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നേച്ചർ ഓൺലി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ നേച്ചർ ഓഫ് ഇൻകംസ്, അതായത് വിത്തിൻ എ 1 ഇയറിൽ ആ ബിസിനസ്സിലുണ്ടാവുന്ന റവന്യൂ നേച്ചർ, വിത്തിൻ എ 1 ഇയറിൽ ആ ബിസിനസ്സിലുണ്ടാവുന്ന ഇൻകംസും എക്സ്പെൻസുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇറ്റ് റെക്കോർഡ്സ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നേച്ചർ. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ നേച്ചറും അതുപോലെ ക്യാപിറ്റൽ നേച്ചറും. അത് അവിടെ റവന്യൂ നേച്ചറാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ നേച്ചറാണോ എന്ന് കൺസിഡർ ചെയ്യാതെ എല്ലാം റെക്കോർഡ് ചെയ്യും റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ. ഒരു വർഷത്തെ മാത്രമല്ല ലോങ് ഡ്യൂറേഷനിൽ വരുന്ന ഇൻകംസും എക്സ്പെൻസുകളും എല്ലാം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ പീരിയഡ്. തേർഡ് റിഫറൻസ് പീരിയഡ്. ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഐറ്റംസ് റിലേറ്റഡ് ഓൺലി ടു ദ കറൻറ്റ് പീരിയഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത് കറൻറ്റ് പീരിയഡിലെ, അതായത് കറൻറ്റ് പീരിയഡ് മീൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇയർ, ആ വർഷത്തെ ഐറ്റംസ് ആണ് കാണിക്കുക. ദെൻ ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് മേ ആൾസോ റിലേറ്റ് ടു പ്രെസീഡിങ് ആൻഡ് സക്സീഡിങ് പീരിയഡ്. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുക കഴിഞ്ഞ വർഷത്തെയും ദെൻ വരാനിരിക്കുന്ന വർഷത്തെയും അതുപോലെ കറൻറ്റ് വർഷത്തെയും കാര്യങ്ങൾ കാണിക്കും. അതായത് പ്രെസീഡിങ് മീൻസ് എന്താണ്, കഴിഞ്ഞു പോയത്. ദെൻ സക്സീഡിങ് മീൻസ് വരാനിരിക്കുന്ന ഇയർ. ദെൻ കറൻറ്റ് ഇയർ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം. എല്ലാ വർഷത്തെയും ഏതിൽ കാണിക്കും? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ദെൻ നെക്സ്റ്റ് ഫോർത്ത് ഡിഫറൻസ് ഡെബിറ്റ് സൈഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് എക്സ്പെൻസസും അതുപോലെ ലോസസും ആണ്. ഒരു ബിസിനസ്സിനുണ്ടാകുന്ന എക്സ്പെൻസുകളും ലോസുകളുമാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ദെൻ വേറാസ് ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് റെസിപ്റ്റ്. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് റെസിപ്റ്റുകളാണ്. ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന റെസിപ്റ്റുകളാണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡ്. ബേസിസ് ഓഫ് ഡിഫറൻസിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദിസ് അക്കൗണ്ട് റെക്കോർഡ് ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് ഇൻകംസും അതുപോലെ ഗെയിൻസും ആണ്. ഇൻകംസും ഗെയിൻസും ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെക്കോർഡ്സ് ദ പേയ്മെൻറ്റ്സ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത് പേയ്മെൻറ്റ്സ്, ആ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന പേയ്മെൻറ്റ്സ്, അതായത് അവരുടെ എക്സ്പെൻസുകളാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഡിപ്രീസിയേഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻക്ലൂഡ്സ് ഡിപ്രീസിയേഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കും. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കാറില്ല. നെക്സ്റ്റ് ബേസിസ് ഓഫ് ഡിഫറൻസ് ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ദർ ഈസ് നോ ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരിക്കുന്നതല്ല. വേർ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് ഇൻ ദ ബിഗിനിങ് represent cash in hand or cash at bank
ഓർ ഓവർ ഡ്രാഫ്റ്റ് അറ്റ് ദ ബിഗിനിങ്. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ ആയിരിക്കും. ദെൻ ലാസ്റ്റ് ഡിഫറൻസ് ക്ലോസിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് അറ്റ് ദി എൻഡ് represents excess of income over expenditure or vice versa. Then ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലൻസ് അറ്റ് ദി എൻഡ് റെപ്രസെൻറ്റ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവും ആയിരിക്കും, അല്ലെങ്കിൽ നേരെ റിവേഴ്സ്. ദെൻ ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് അറ്റ് ദി എൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ് ഫോർ ദ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. എന്നാൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ബാങ്ക് ബാലൻസ് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. In this class, we discussed about what is income and expenditure account. Then എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്.